വിവാദ പരാമർശത്തിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിന് ജാമ്യം. കൊച്ചിയിൽ പ്രവർത്തകർ സ്വീകരണം നൽകി. വിവാദ പരാമർശത്തിൽ അറസ്റ്റിലായ മോഹൻദാസിന് ജാമ്യം ലഭിച്ച് കൊച്ചിയിലെത്തിയപ്പോൾ പ്രവർത്തകർ സ്വീകരണം നൽകി. തിരുവനന്തപുരത്തെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചാണ് 3 ദിവസത്തിനു ശേഷം അദ്ദേഹം കൊച്ചിയിൽ തിരിച്ചെത്തിയത്. സ്വീകരണ ചടങ്ങിൽ സംസാരിച്ച ടി.ജി. മോഹൻദാസ് തന്നെ ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് ചില ചാനലുകളും രാഷ്ട്രീയക്കാരും നടത്തിയതെന്ന് ആരോപിച്ചു. നിരവധി പേർ തനിക്ക് പിന്തുണ നൽകിയതോടെ ഇത്തരം ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് ഇപ്പോഴും ഭാരതത്തോട് ആദരവുണ്ടെന്നും ഏതാനും ചാനലുകൾ വിചാരിച്ചതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസിനെ ഉപയോഗിച്ചുള്ള താൽക്കാലിക നാടകങ്ങൾക്കപ്പുറം ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ രാജ്യത്തെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്കെതിരായ നടപടിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നത് അറിയില്ല എന്നും ടി.ജി. മോഹൻദാസ് പറഞ്ഞു. ടി.ജി. എന്ന നമ്മുടെ കൊച്ചിയുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ എല്ലാ മലയാളികളുടെയും പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിൻ്റെയും സോഷ്യൽ മീഡിയയിലെ വികാരമായി കഴിഞ്ഞ കുറേ നാളുകളായി സ്വതന്ത്രമായി ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശീയതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് അദ്ദേഹം അതിൻ്റെതായ സ്ഥാനം നമ്മുടെ എല്ലാവരും മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹം നടത്തിയ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു പരാമർശത്തിനെ ഉൾക്കൊള്ളാനാവാതെ കേരളത്തിലും ഭാരതത്തിലും ഹൈന്ദവ ശക്തികൾക്കെതിരെയും ഹൈന്ദവ ഈശ്വരന്മാർക്കെതിരെയും നടത്തിയ ഒരുപാട് അനവധി വികാരങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കേസ് പോലും എടുക്കാതെ അവഗണിച്ച കേരള സർക്കാരുകൾ ഇത്തവണ ടി.ജിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു പരാമർശം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ തേജോവധം ചെയ്യുവാനും വ്യക്തിഹത്യ നടത്തുവാനും വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച അവധി ദിവസമായിരുന്നത് കൂടി പോലീസുകൾ സൈബർ ടീം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ വസതിയിൽ കയറി അദ്ദേഹത്തിന് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് 71 വയസ്സുള്ള ടി.ജിയുമായിട്ട് നിരന്തരമായ കണ്ടിന്യൂസ് ആയിട്ട് തിരുവനന്തപുരം സൈബർ സ്റ്റേഷൻ വരെ യാത്ര നടത്തുകയും എന്നാൽ ടി.ജിയുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ നിയമത്തിൻ്റെ വഴി അദ്ദേഹം തേടിക്കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് അദ്ദേഹം കോടതി നിഷ്കർഷിച്ച ജാമ്യവ്യവസ്ഥകൾ പരിപൂർണമായി പാലിച്ചുകൊണ്ട് 3 ദിവസം ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ടി.ജി ഇതുവരെ ഈ വിഷയത്തിനെ കുറിച്ച് ഒന്നും പ്രതിപാദിച്ചില്ല. ഒരുപക്ഷെ ജാമ്യവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യവസ്ഥകൾ അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് നമ്മുടെ പ്രവർത്തകരുടെ മുമ്പിൽ ടി.ജി 2 വാക്ക് സംസാരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ കുറച്ച് ചാനലുകൾ, കേരളത്തിലെ കുറച്ച് രാഷ്ട്രീയക്കാർ, തൽപര കക്ഷികൾ, ഇവർ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കും. ഈശ്വരാധീനം കൊണ്ട് നിങ്ങളെപ്പോലെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. ഒടുവിൽ അവർക്ക് നാണം കെട്ടും മടങ്ങേണ്ടി വരും. അവരെന്തോ വലിയ ആഘോഷമൊക്കെ നടത്തി, ഞാനിതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ടപ്പെന്ന് പറഞ്ഞ് ഈ വാർത്ത അപ്രത്യക്ഷമാകുമ്പോൾ കരച്ചിൽ തുടങ്ങി. ഈ ജനങ്ങൾക്ക് ഇപ്പോഴും ഭാരതത്തോട് ആദരവുണ്ട്. അത് 3-4 ചാനലുകൾ വിചാരിച്ചാലൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ താൽക്കാലികമായിട്ട് അവരുടെ കയ്യിൽ പോലീസുണ്ട്, എന്തെങ്കിലുമൊക്കെ നാടകങ്ങൾ കാട്ടിക്കൂട്ടാൻ എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ നാടിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഇത്രയും ഞാൻ തുടക്കം എന്നുള്ള നിലയ്ക്ക് പറയുന്നുള്ളൂ. ഭാരത് മാതാ കി ജയ്. ഉണ്ടാവാം. ഈ ഗൂഢാലോചന നമുക്കറിയാൻ പറ്റില്ല, ഗൂഢമായിട്ടുള്ള ആലോചനയല്ലേ, നമുക്കതറിയാൻ പറ്റില്ല. ഓക്കെ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മാസ് വിമാർട്ട് എരമല്ലൂരിൽ വമ്പിച്ച ഡിസ്കൗണ്ട് മേള. LED ടിവികൾ 55% വരെ ഡിസ്കൗണ്ട്. ഇൻഡക്ഷൻ കുക്കറുകൾ 1690 രൂപ മുതൽ. ഇടിയപ്പം മേക്കർ 1690 രൂപ. വാഷിംഗ് മെഷീൻ 7990 രൂപ മുതൽ. ഗ്യാസ് സ്റ്റൗ 1490 രൂപ മുതൽ. ഇലക്ട്രിക് കെറ്റിൽ 399 രൂപ മുതൽ. ഇലക്ട്രിക് ബ്ലെൻഡർ 1790 രൂപ. ഡബിൾ കോട്ട് ബെഡ് 1990 രൂപ മുതൽ. വുഡൻ സെറ്റി 14990 രൂപ. പെഡസ്റ്റൽ ഫാൻ 1890 രൂപ. BLDC ഫാൻ 1990 രൂപ. മിക്സി 1990 രൂപ മുതൽ. വുഡൻ ഡൈനിങ് ടേബിൾ സെറ്റ് 15900 രൂപ മുതൽ. ഈ ഓഫർ ചുരുങ്ങിയ നാളുകൾ മാത്രം. ബജാജ് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ്. മാസ് വിമാർട്ട് എരമല്ലൂർ. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ.